വന്ദേ ഗോപാലകൃഷ്ണം സുഹൃതിജനമനോമോഹനം സുന്ദരാംഗം വന്ദേ ഭക്തപ്രിയം തം ജനിമതിഹരണം ഗോപികാ ചിത്തചോരം വന്ദേ ശ്രീവാസുദേവം സുമധുരഹസിതം ഇന്ദിരാ പ്രാണനാഥം വന്ദേ മാധുര്യരൂപം കരിമുകിലൊളിമിന്നുന്ന മായാസ്വരൂപം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. യാ ദേവി സർവഭൂതേഷു മാതൃഭാവേന സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ശ്രീ മഹാദേവി നമഃ. ഭഗവാന്റെ കാരുണ്യാതിരേകം കൊണ്ടും അതുപോലെ ജഗദംബികയായ ദേവിയുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ടും നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ മഹാദേവൻ സ്തുതിക്കുന്നതാണ്, ദേവിയെ മഹാദേവൻ സ്തുതിക്കുന്നതായിട്ടാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവ് പറയുന്നു, വിഷ്ണുവിന്റെ സ്തുതി കഴിഞ്ഞ് ശ്രീ ശങ്കര ഭഗവാൻ ദേവിയെ തൊഴുത് സ്തുതിക്കാൻ തുടങ്ങി. ശിവേ, അവിടുത്തെ വൈഭവത്താൽ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ അമ്മ. സഗുണനായ ഞാനും അവിടുത്തെ സൃഷ്ടിയാണ്. സകല സൃഷ്ടിയിലും അവിടുന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നു. ഭൂമി, സമുദ്രം, വായു, ആകാശം, കാറ്റ്, ഗുണം തുടങ്ങിയ കാരണങ്ങളും അവിടുന്ന് തന്നെ. 24 തത്വങ്ങളും മനസ്സും ബുദ്ധിയുമായി പ്രവർത്തിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ജഗതീശ്വരി, ഈ ലോകം ബ്രഹ്മാവ്, വിഷ്ണു, ഹരൻ തുടങ്ങിയവരാൽ ഉണ്ടായതാണെന്ന് പറഞ്ഞ പരജ്ഞന്മാർ തന്നെയാണ്. പൃഥ്വി, വാരി തുടങ്ങിയ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അവയുടെ ഗുണങ്ങളും മാത്രമല്ല. ഈ ഭുവനം ചുമക്കുവാൻ എന്തൊക്കെ വേണമോ അതൊക്കെ അവിടുത്തെ ശക്തി മാത്രമാണ്. ഈ വിശ്വം ചമക്കുന്നതും പലവിധ ലീലകൾ ചെയ്ത് രമിച്ച് അവസാനം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളി നിർത്തുകയും ചെയ്യുന്നു ജഗദംബികെ. അമ്മയുടെ പാദധൂളി കൊണ്ടാണ് ഞങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ചെയ്യുന്നത്. മഹാദേവി, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞാൻ തമോ ഗുണത്തോടുകൂടിയും വിധിരജോ ഗുണത്തോടുകൂടിയും ഹരിസത്വഗുണത്തോടുകൂടിയും പല വിധത്തിൽ ലോകത്തെ ചലിപ്പിക്കുന്ന, അല്ലെങ്കിൽ രാജാവ്, മന്ത്രി, ധനികൻ, ദരിദ്രൻ, ഇപ്രകാരം വേർതിരിവ് സൃഷ്ടിക്കാൻ പറ്റുമോ അമ്മേ? സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയവയിൽ അവിടുത്തെ ഗുണങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിലും ഞങ്ങൾ മൂവരെയും അമ്മ തന്നെ ഭുവന കാരണകാരകരാക്കി വെച്ചു. ഞങ്ങൾ 3 വിമാനത്തിൽ കയറി വരുമ്പോൾ എന്തൊക്കെ പുതിയ കാഴ്ചകൾ കണ്ടു. ഇതാരുടെ സൃഷ്ടിയാണ് എന്ന് കരുതി ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ഇച്ഛ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നുവല്ലോ അവിടുന്ന്. ഞങ്ങൾ സ്ത്രീഭാവം വിട്ട് പുരുഷഭാവം വന്നു ചേർന്നാലും അവിടുത്തെ പാദസേവ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ ജഗദംബികേ. സാർവഭൗമത്വവും പുരുഷത്വവും ലഭിച്ചാലും ഞങ്ങൾ അവിടുത്തെ തൃപ്പാദങ്ങൾ കൈവെടിയുകയില്ല. അവിടുത്തെ കരുണാ കടാക്ഷമില്ലെങ്കിൽ ഈ പുരുഷത്വത്തിന് എന്ത് സുഖമാണുള്ളത്? യുവതീഭാവത്തിൽ നിന്ന് ഭവതിയെ ഭജിക്കുന്നത് സംസാര ദുഃഖശമനത്തിന് കാരണമാകുന്നുവെങ്കിൽ ഈ 3 ലോകത്തിലും വെച്ച് ശ്രേഷ്ഠമായ യശസ് ഞങ്ങളിലേക്ക് നീണ്ടുവരേണമേ മഹാമായേ. അവിടുത്തെ പരിചര്യ സാധിക്കാത്ത രാജ്യവും സുഖവും കൊണ്ട് എന്ത് സന്തോഷമാണുള്ളത്? അവിടുത്തെ ഭജിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ നിമിഷവും ഓരോ യുഗമായി തോന്നുമല്ലോ. അവിടുത്തെ ഭജിക്കാതെ വൻ തപം ചെയ്യുന്ന ഋഷീശ്വരന്മാർ യോഗമില്ലാത്തവരാണ്. തപസ്, സമാധി, ദമം തുടങ്ങിയ ശമാധി ഷഡ്ക സമ്പത്തിയും യജ്ഞങ്ങളും കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അവിടുത്തെ പാദഭജനം കൊണ്ടേ ഭവസാഗരത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാവൂ. അടിയനോട് കുറച്ചെങ്കിലും ദയുണ്ടെങ്കിൽ അവിടുത്തെ ജപിക്കാനുള്ള നവാക്ഷരി മന്ത്രം ഉപദേശിച്ച് തന്നാലും. പണ്ട് ആ മന്ത്രം കൊണ്ടാണ് എനിക്കെല്ലാ സൗഖ്യങ്ങളും ഉണ്ടായത്. അത് ഞാൻ മറന്നേ പോയി. അമിത തേജസ്വിയായ ശിവ ഭഗവാന്റെ സ്തുതി കഴിഞ്ഞപ്പോൾ ദേവി സ്ഫുടമായി നവാക്ഷരി മന്ത്രം കേൾപ്പിച്ചു. ആ മന്ത്രം ഭക്തി ആദരപൂർവ്വം ബീജാക്ഷരത്തോടുകൂടി ജപിച്ച് ശിവൻ ദേവിയെ തൊഴുതു കുമ്പിട്ടു നിന്നു. അങ്ങനെ തൊഴുതു നിൽക്കുന്ന രുദ്രഭഗവാനെ
ഞാൻ കണ്ടു. ആര് പറയണു? ബ്രഹ്മാവ്. അതിനുശേഷം ഞാൻ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ഇനി രണ്ടുപേരും സ്തുതിച്ചു, ഞാനായിട്ട് സ്തുതിക്കാതിരിക്കാൻ പാടില്ലല്ലോ. ഞാനും സ്തുതിക്കാൻ തുടങ്ങി. നിഗമാദികൾ അവിടുത്തെ ഇന്ന തരത്തിലാണെന്ന് പറഞ്ഞില്ലെങ്കിലും അവർക്കറിയാം അമ്മ ആരാണെന്ന്. എല്ലാ യജ്ഞങ്ങളിലും ഹോമങ്ങളിലും ഭഗവതിയുടെ ഏകദേശ ഭൂതശക്തിയായ സ്വാഹാ ദേവിയാണ് പൂജിക്കുന്നത്. അതിനാൽ തന്നെ ദേവി സർവോത്തരയാണമ്മേ. ഞാനാണ് എല്ലാത്തിനും കർത്താവാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. ഞാനാണ് സ്വാർത്ഥൻ, എന്റെ മിതി ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് ഭവാബ്ധിയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അമ്മേ. സ്വാർത്ഥനല്ല കേട്ടോ, സാർത്ഥൻ എന്നാ പറഞ്ഞത്. അവിടുത്തെ പാദധൂളി എനിക്കാണ് കിട്ടിയത് എന്നുള്ള ഗർവ് കൊണ്ട് ഞാനാണ് ധന്യൻ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റെ അതിമോഹങ്ങളെ അറുത്ത് മാറ്റി ഭക്തി തരണേ മുക്തിപ്രദയെന്ന് ബ്രഹ്മാവ് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശിവേ, അവിടുത്തെ സൃഷ്ടിയായ താമരപ്പൂവിൽ നിന്ന് ജന്മം കൊണ്ടവനാണല്ലോ ഞാൻ. അങ്ങയുടെ അജ്ഞാനവർത്തിയുമാണല്ലോ. എൻ്റെ അല്പബുദ്ധി കൊണ്ട് ഭവസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ദാസനെ കാത്തുകൊള്ളേണമേ ജഗദംബികേ. അമ്മയുടെ പരമമായ ആദിസത്യത്തെ മനസ്സിലാക്കാതെ മർത്യർ എന്നിൽ പ്രഭുത്വം കൽപ്പിച്ചു. അവിടുത്തെ പ്രഭാവം ശരിക്കും മനസ്സിലാകാതെ നേരിട്ട് സ്വർഗം കരസ്ഥമാക്കാൻ യജ്ഞങ്ങളും മറ്റും നടത്തുകയാണ് ജനങ്ങൾ. അവിടുന്ന് സൃഷ്ടി ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. അഷ്ടാംഗയോഗമൊക്കെ ശീലിച്ച് ഞാൻ തന്നെയാണ് കേമൻ, ഞാൻ തന്നെ സർവജ്ഞൻ എന്ന് അഹങ്കരിച്ച് നടക്കുകയാണ് ഞാൻ. എന്റെ തെറ്റ് പൊറുക്കണമേ ദേവീന്ന് ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. ജനങ്ങൾ അഷ്ടാംഗയോഗം ശീലിച്ച് സമാധിയോഗം പ്രാപിച്ച് ഇരിക്കുകയാണ്. അവർ അറിയുന്നില്ല കേട്ടോ, നാമസങ്കീർത്തനം മാത്രം മതി മുക്തി ലഭിക്കുവാനെന്ന് അവരറിയുന്നില്ല. തത്വസംഖ്യാവിചാരം ചെയ്ത് അവിടുത്തെ നാമം മറന്ന് നടക്കുന്നവർ മൂഢന്മാർ തന്നെ. നീ മാത്രമാണ് മുക്തിയെ പ്രദാനം ചെയ്യുന്ന ഈശ്വരി. മർത്യരെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന അതുകൊണ്ടാണ് മർത്യർ. മരിച്ചു പോകുന്നവർ മർത്യർ, മരിക്കാത്തവർ അമർത്യർ. ദേവന്മാരെ അവർക്ക് മരണമില്ലല്ലോ, ജനിമൃതിയൊന്നും അവരെ ബാധിക്കുന്നില്ലല്ലോ. അതാണ് മർത്യർ എന്ന് പറഞ്ഞത്. നമ്മളെ പോലെയുള്ളവരെല്ലാം മർത്യന്മാരല്ലേ നമ്മള്. അവിടുത്തെ യഥാർത്ഥ തത്വം മനസ്സിലാക്കിയവർ അവിടുത്തെ പവിത്രമായ ചരിത്രം സ്മരിക്കാതെയും നിന്റെ നാമാവലികൾ ജപിക്കാതെയും നിമിഷം പോലും ഇരിക്കാറില്ല. ഒരു കടക്കൻ നോട്ടം കൊണ്ട് മാത്രം ലോക സൃഷ്ടി ചെയ്യുന്ന ആ പരാശക്തി എന്നെ വെറും വിനോദത്തിന് വേണ്ടി മാത്രമാണ് സൃഷ്ടി നടത്താൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്നത് ദേവി തന്നെ, ഞാനൊരു കാരണം മാത്രം. കാര്യമില്ലാതെ കാരണം ഉണ്ടാവില്ലല്ലോ. സമുദ്രമധ്യത്തിൽ ദൈത്യരോട് ഏറ്റുമുട്ടിയപ്പോൾ അവിടുന്ന് തന്നെയല്ലേ വിഷ്ണുവിനെ രക്ഷിച്ചത്. ആ വിഷ്ണുവാണോ പരിപാലിക്കുന്നത്, രക്ഷ ചെയ്യുന്നു എന്ന് പറയുന്നത്? കൽപ്പകാലത്ത് പ്രളയം വന്നപ്പോൾ ശംഭുവിനെയും അവിടുന്ന് സംഹരിച്ചില്ലേ? പിന്നീടല്ലേ എൻ്റെ ഭൂമധ്യത്തിൽ നിന്ന് ശിവനുണ്ടായത്. ആർക്കും അവിടുത്തെ ശരിയായി മനസ്സിലാക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. വേദങ്ങൾ പറയുന്നു അവിടുന്ന് തന്നെ ആദ്യന്തരഹിതയായ ശക്തിയെന്ന്. ഞാൻ സൃഷ്ടിക്കുന്നു, വിഷ്ണു പരിപാലിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു. എന്നാൽ അവിടുന്ന് കൈവിട്ടാൽ ഞങ്ങൾക്കൊന്നിനും ഉള്ള ശക്തിയില്ല. ഹരൻ വിഷ്ണു, ഞങ്ങൾ ജനിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അജ്ഞരായവർക്ക് അവിടുത്തെ വൈഭവത്തിൽ പല തർക്കങ്ങളും ഉണ്ടാവാം. അതെ, ഈശ്വരന്മാർക്ക് ജനിമൃതി ഇല്ലല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതോ. ശാസ്ത്രജ്ഞരായവർ പറയുന്നു ഉപാധികൾക്ക് അതീതനും നിരീഹനും നിർഗുണനും ദേവനുമായ പരമാത്മാ അവിടുത്തെ വിനോദം നോക്കിയിരിക്കുകയാണെന്ന്. ഈ ദൃശ്യമായ ലോകത്തിൽ അവിടത്തേക്ക് മുമ്പായി ഒരു പുരുഷനുണ്ടെന്നും എന്നാൽ മൂന്നാമതൊരാൾ ഇല്ലെന്ന് ശ്രുതി കൊണ്ട് നോക്കിയാലും യുക്തി കൊണ്ട് നോക്കിയാലും മനസ്സിലാകും. വേദവാക്യങ്ങൾ ഒരിക്കലും വെറുതെ ആവില്ല. എന്നാലും സംശയം മാറുന്നുമില്ല. ബ്രഹ്മം ഏകമാണ്, അദ്വിതീയമാണ് എന്നല്ലേ വേദങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ പുരുഷനോ ഏതാണ് ആ ബ്രഹ്മം? ഈ സംശയം കൊണ്ട് എൻ്റെ ചിത്തം ആടി ഉലയുകയാണ്. ബ്രഹ്മം ഏകമാണോ അതോ രണ്ടുണ്ടോ? അജ്ഞനായ ഞാൻ ആ ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ് അമ്മേ. എൻ്റെ പുണ്യം കൊണ്ടാണ് അവിടുത്തെ കാൽക്കൽ എത്താൻ സാധിച്ചത്. ആ സംശയ നിവൃത്തി അവിടുത്തെ മുഖത്തിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. അവിടുന്ന് സ്ത്രീയാണോ അല്ല പുരുഷനാണോ എല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തരണം. ജീവിതമാകുന്ന സമുദ്രം കടക്കാൻ ആ പരാശക്തി ജ്ഞാനം കൂടിയേ കഴിയും എന്ന് ബ്രഹ്മാവ് സ്തുതിച്ച സമയത്ത് ദേവി ബ്രഹ്മാവിന് കുറെ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതാണ് അടുത്ത അധ്യായത്തിൽ, നമ്മൾ 6ാമത്തെ അധ്യായത്തിൽ പറയുന്നത്.
ബ്രഹ്മാവ് പറയുകയാണ്, വിനയാന്വിതനായി നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ജഗദംബികയായ ദേവി ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മം അദ്വിതീയമാണ്. ദ്വൈതം ബുദ്ധിഭ്രമം കൊണ്ട് തോന്നുന്നതാണ്. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുന്നവൻ ബുദ്ധിമാൻ തന്നെ. അതിനെപ്പറ്റി ശരിക്കും ഗ്രഹിക്കുന്നവൻ മുക്തൻ തന്നെ. ബ്രഹ്മം നിത്യമാണ്, സനാതനമാണ്. സൃഷ്ടിക്ക് വേണ്ടി രണ്ടെന്ന ഭാവം ഉണ്ടാകുന്നതാണ്. എല്ലാം ഒന്നാണ്, പക്ഷെ രണ്ടായിട്ട് തോന്നുന്നത്. അദ്വൈതാണ്, പക്ഷെ ദ്വൈതമായിട്ട് തോന്നുന്നത് നമുക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടെന്നാണ് പറയുന്നത്. ഉപാധി കൊണ്ട് ദീപം രണ്ടായി തോന്നുന്ന പോലെയും കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്നത് പോലെയുമാണ് ഞങ്ങളെ രണ്ടെന്ന് തോന്നുന്നത്. ഞാൻ ആണുമല്ല, പെണ്ണുമല്ല, നപുംസകവുമല്ല. പിന്നെ സൃഷ്ടിയിൽ ഈ ഭേദം ഞാൻ കൽപ്പിക്കുന്നതാണ്. ബുദ്ധി, ധൃതി, ശ്രീ, കീർത്തി, സ്മൃതി, ലജ്ജ, ശ്രദ്ധ, മേധ, ക്ഷുധ, ക്ഷമ, ദയ, തൃഷ്ണ, ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ചേരാത്തതായി ഒന്നുമില്ല. വസ, മജ്ജ, ത്വക്ക്, സത്യം, അസത്യം, സുഷുമ്ന, മറ്റ് നാഡികൾ തുടങ്ങിയ സർവവും ഞാൻ തന്നെയാണ്. പത്മജ, സർവദേവന്മാരിലും ഇരുന്ന് എല്ലാ പരാക്രമങ്ങളും കാണിക്കുന്നത് ഞാൻ തന്നെയാണ്. എന്റെ ശക്തി തന്നെയാണ്. ഗൗരി, ഭ്രാമി, രൗദ്രി, വാരാഹി, ശിവ, വൈഷ്ണവി, കൗബേരി, വാരുണി, ഐന്ദ്രി, നാരസിംഹി, ഇവരൊക്കെ ഞാൻ തന്നെയാണ്. എല്ലാ ദേവി ഭാവങ്ങളും ഞാൻ തന്നെയാണ്. എൻ്റെ നാനാരൂപങ്ങൾ തന്നെയാണ്. ഓരോ പദാർത്ഥവും സൃഷ്ടി ചെയ്ത് ഞാൻ അതിൽ പ്രവേശിക്കുന്നു. സൂര്യന്റെ രശ്മിയായും ചന്ദ്രന്റെ കിരണങ്ങളായും ജലത്തിൽ തണുപ്പായും തീയിൽ ചൂടായും ഞാൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലയോ വിധേ, ഞാൻ മാറി നിന്നാൽ സമസ്ത ജീവജാലങ്ങൾക്കും ഒന്നനങ്ങാൻ പോലും സാധ്യമല്ല. ഞാനില്ലെങ്കിൽ ദൈത്യനാശം സാധ്യമാകുമായിരുന്നില്ല. വിഷ്ണുവിനും ശക്തിയില്ലാത്തവനെ ജനങ്ങൾ ദുർബലൻ എന്നാണ് പറയുക. രുദ്രഹീനൻ, വിഷ്ണുഹീനൻ എന്നാരും പറയാറില്ല. എന്താ പറയാ? ദുർബലൻ എന്ന് പറയും. ഒന്നിനും കൊള്ളരുതാത്തവന് ശക്തിഹീനൻ എന്നാണ് എല്ലാവരും പഴിക്കുക. അങ്ങ് സൃഷ്ടി ശക്തി എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പൊ ഞാനില്ലെങ്കിൽ കഴിയില്ലല്ലോ ഒന്നും. അതാണ് ശക്തിഹീനൻ എന്ന് പറയുന്നത്. അങ്ങ് സൃഷ്ടി നടത്തുന്നതും വിഷ്ണു പരിപാലിക്കുന്നതും ശംഭു സംഹരിക്കുന്നതും എല്ലാം എൻ്റെ ശക്തി നിങ്ങളെ പ്രബലമായി ചേരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് സൂര്യനും ചന്ദ്രനും മറ്റ് ദേവന്മാരും അവരവരുടെ കൃത്യങ്ങൾ ചെയ്യുന്നത്. ഈ ഭൂമിക്കെല്ലാം സഹിക്കുവാൻ സാധിക്കുന്നത് എൻ്റെ സഹായം കൊണ്ടാണ്. ബ്രഹ്മാവേ, ആദിശേഷനും കൂർമ്മത്തിനും ദിഗ്ഗജങ്ങൾക്കും ഭാരം വഹിക്കാൻ സാധിക്കുന്നത് എൻ്റെ മഹാബലം കൊണ്ട് മാത്രമാണ്. വെള്ളത്തെ മുഴുവൻ കുടിക്കുവാനും അഗ്നി സംഹരിക്കാനും കാറ്റിനെ സ്തംഭിപ്പിക്കാനും എന്ന് വേണ്ട എന്താണ് ഇച്ഛിക്കുന്നത് അതൊക്കെ ചെയ്യുവാനും എനിക്ക് കഴിയും. അല്ലയോ കമലോത്ഭവ, താമരപ്പൂവിൽ നിന്നുണ്ടായവനെ, കമലോത്ഭവ, ഭൂമി തൊട്ടുള്ള എല്ലാ തത്വങ്ങൾ ഏതിലും അസത്താണെന്ന ഭാവം ഉണ്ടാകാതിരിക്കണം. ഭൂമിയും മുമ്പ് ഉണ്ടായിരുന്നില്ലെന്ന് കരുതണ്ട. പുതുതായി ഒന്ന് സൃഷ്ടിക്കാൻ ആർക്കും സാധ്യമല്ല. കുടത്തിൽ മണ്ണ് പോലെയും ഓട് പാത്രരൂപേണ കാണുന്നത് പോലെയും എല്ലാ വസ്തുക്കളിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാണു ഏഴ് തരത്തിലാണ് എന്നാണ് പറയുന്നത്. 7 തരത്തിലാണ് പരമാണു എന്നാണ് പറയുന്നത്. ക്ഷണികം, ശാശ്വതം, ശൂന്യം, നിത്യം, അനിത്യം, സകർത്തൃകം, അഹങ്കാരം എന്നിവയാണ് ഈ പരമാണു. ഈ അഹങ്കാരത്തിൽ നിന്നാണ് പരിണാമവും സംഭവിക്കുന്നത്. പരിണാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാറ്റം. ഈ അഹങ്കാരത്തിൽ നിന്നാണ് മാറ്റം വരുന്നത്. അതുപോലെ അങ്ങ് പോയി സൃഷ്ടി നടത്തിയാലും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ജഗദംബിക ദേവി മഹാദേവനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്വന്തം ഗൃഹം ഉണ്ടാക്കി വസിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രാരാബ്ധമനുസരിച്ച് കൃത്യങ്ങൾ ഭംഗിയായി നടത്തുക. ബ്രഹ്മാവേ, അങ്ങ് ദിവ്യാലങ്കാരഭൂഷിതയായ തൂവെള്ള വസ്ത്രധാരിയായ സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന സരസ്വതി എന്ന നാമമുള്ള ഈ സുന്ദരിയെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇവർ മംഗളരൂപിണിയാണ്. അവളെ സഹധർമ്മിണിയായി കണ്ട് സുഖമായി രമിച്ചു കൊള്ളുക. ഇവളെ ഒരിക്കലും അവഗണിക്കരുത് കേട്ടോ. അവളെ കൂട്ടി സത്യലോകത്തിലേക്ക് പോയാലും. അവളാണ് അക്ഷരത്തിന്റെ ദേവത. അവരെ അവഗണിച്ച പിന്നെ അക്ഷരം ഇല്ലാതാവൂലേ? വിദ്യ പോയാ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? മഹാതത്വത്തിൽ നിന്നാണ് അഹങ്കാരാദികൾ ഉണ്ടാകുന്നത്. സൃഷ്ടി അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഈ ചരാചര ലോകത്തെ
മുമ്പേ പോലെ തന്നെ സൃഷ്ടിക്കുക. വിഷ്ണുവിനെ മാനിക്കണം. സത്വഗുണ പ്രധാനിയാണ് വിഷ്ണു. അദ്ദേഹത്തിന് നിത്യം പൂജിക്കണം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ കഷ്ടം വരുമോ അപ്പോഴൊക്കെ വിഷ്ണു ഭൂമിയിൽ അവതരിക്കും. ബ്രഹ്മാവേ, അങ്ങേ എപ്പോഴും ബലവാനായ ഹരൻ സഹായിക്കും. സുരന്മാരെയൊക്കെ സൃഷ്ടി ചെയ്ത് അങ്ങ് സുഖിച്ചാലും. ദേവി പറയുകയാണ് ബ്രഹ്മാവിനോട്, ബ്രഹ്മ ക്ഷത്രിയ വൈശ്യന്മാർ നിങ്ങൾക്കായി പല യജ്ഞങ്ങളും ധാരാളം ദക്ഷിണയോടുകൂടി ഭക്തിപൂർവ്വം നടത്തും. എല്ലാ യാഗങ്ങളിലും എൻ്റെ നാമം മുഴങ്ങി കേൾക്കും. സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി നിങ്ങൾ വസിക്കുവിൻ. ഈ മഹാദേവൻ മാനനീയനാണ്. എല്ലാ യജ്ഞങ്ങളിലും സർവദാ പൂജനീയനാണ് ശംഭു. സുരന്മാർക്ക് ദൈത്യന്മാരെ കൊണ്ട് ഭയം എപ്പോഴൊക്കെ ഉണ്ടാവുന്നോ അപ്പോഴൊക്കെ എൻ്റെ വിഭൂതികൾ ആ ഭയത്തെ ഇല്ലാതാക്കും. പേടിക്കണ്ട. ഗൗരി, വൈഷ്ണവി, വാരാഹി, ശൈവി, നാരസിംഹി ഇങ്ങനെ പല ശക്തികളായി ഞാൻ ഉണ്ടാകും. അങ്ങ് പോയി സൃഷ്ടിച്ചാലും പത്മജ. അല്ലയോ കമലോത്ഭവ, ബീജധ്യാനങ്ങളോടുകൂടി നവാക്ഷരി മന്ത്രം ജപിച്ച് കൃത്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്താലും ഈ മന്ത്രം മറ്റേത് മന്ത്രത്തെക്കാളും ഉത്തമമാണ്. നവാക്ഷരി മന്ത്രം. സർവാഭിഷ്ടങ്ങളും നേടാൻ ഈ മന്ത്രം മനസ്സിൽ ദൃഢമായി ഉറപ്പിക്കുക. ഇപ്രകാരം എന്നോട് പറഞ്ഞതിന് ശേഷം ദേവി ഉസ്മേരവദനയായി ഹരിയോട് പറഞ്ഞു, ഹേ വിഷ്ണു, അതിമനോഹരിയായ ലക്ഷ്മി അങ്ങ് കൈക്കൊള്ളുക. ഇപ്പോൾ അങ്ങയുടെ മാർഗത്തിൽ ശങ്ക കൂടാതെ വിലസട്ടെ. സർവാർത്ഥദായിനിയായ ഇവളെ സഹധർമ്മിണിയാക്കിക്കൊള്ളൂ. അവൾ ഒരിക്കലും അപമാനിക്കരുത് കേട്ടോ. ഈ സുന്ദരിയോട് ചേർന്നിരിക്കുക. കാരണം ലക്ഷ്മി നാരായണൻ എന്ന പേരും അങ്ങേക്ക് ലഭിക്കും. ദേവന്മാരെ രക്ഷിക്കാൻ ഞാൻ എന്ത് വഴിയും സ്വീകരിക്കും. പേടിക്കണ്ട. നിങ്ങളെ 3 പേരും മൈത്രിയിൽ കഴിയണം. നല്ല സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങൾ 3 പേരും കഴിയണം. എൻ്റെ ഗുണങ്ങളിൽ നിന്നുണ്ടായതാണ് നിങ്ങൾ 3 നിങ്ങളിൽ ഭേദം കാണുന്നവർ മൂഢന്മാരാണ്, വിഡ്ഢികളാണ്. സാക്ഷാൽ ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെ ശിവനും. അവർക്ക് ഭേദം കൽപ്പിക്കുന്നവർക്ക് നരകപ്രാപ്തിയാണ് ഫലം. അതേപോലെ തന്നെ ബ്രഹ്മാവിനെയും കാണണം. എന്നാൽ നിങ്ങൾ തമ്മിൽ ഗുണങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അത് പറയാതെ വയ്യ. സത്വഗുണമാണ് അങ്ങേക്ക് പ്രധാനമായിട്ടുമുള്ളതെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആത്മവിചിന്തനം ചെയ്യുമ്പോൾ അങ്ങേക്ക് സത്വഗുണമായിരിക്കും മുമ്പിൽ നിൽക്കുക. ലക്ഷ്മിയോടൊത്ത് രമിക്കുമ്പോൾ രജോ ഗുണമാവും ഉണ്ടാവുക. ഞാൻ അങ്ങക്കൊരു ദിവ്യമന്ത്രം ഉപദേശിക്കാം. ഇത് വാഗ്ബീജവും കാമരാജബീജവും മായാബീജവും ചേർന്നതാണ്. ആ മന്ത്രം ഭക്തിയോടെ ജപിച്ച് സുഖമായി വസിക്കുക. മൃത്യുഭീതിയും കാലഭീതിയും കൂടാതെ ഇരിക്കാം. എൻ്റെ ഈ ലീല നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ സ്വസ്ഥമായി സുഖിക്കുക. എപ്പോൾ ഞാൻ ഈ വിശ്വത്തെ സംഹരിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ വിലയിക്കുകയും ചെയ്യാം. മോക്ഷപ്രദമായ ഈ മന്ത്രം പ്രണവത്തോടുകൂടി നിത്യം ജപം ചെയ്യൂ. വൈകുണ്ഠം പണിത് അവിടെ ലക്ഷ്മിയോടുകൂടി നിത്യയായ എന്നെ സ്മരിച്ച് സുഖമായി സന്തോഷത്തോടെ വസിക്കുക. അല്ലയോ പുരുഷോത്തമ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാൻ തന്നെയാണ് പുരുഷോത്തമൻ. അത് ദേവിയും കൂടി സമ്മതിക്കുന്ന കാര്യമാണ്. കണ്ടില്ലേ? അല്ലയോ പുരുഷോത്തമ, വേറെ ആരെയും വിളിച്ചിട്ടില്ല പുരുഷോത്തമ എന്ന്. അങ്ങനെ പറയുന്നു ബ്രഹ്മാവ്. ഇപ്രകാരം വിഷ്ണുവിനോട് പറഞ്ഞ ആ പരാശക്തി ശംഭുവിനെ വിളിച്ച് അമൃതോപമമായ വാക്കുകൾ പറയാൻ ആരംഭിച്ചു. അല്ലയോ മഹാദേവ, ഇത് സുന്ദരഗാത്രിയായ ഗൗരി ചാരുഗാത്രിയായ ഈ കാളിയെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് കൈലാസം പണിത് സുഖമായി വസിക്കുക. അങ്ങക്ക് പ്രധാനമായും തമോ ഗുണങ്ങളാകും ഉണ്ടാകുക. മറ്റു 2 ഗുണങ്ങൾ കുറഞ്ഞു ഇരിക്കും. അങ്ങയുടെ സത്വഗുണം തപസ്സിന് വേണ്ടിയും മറ്റ് 2 ഗുണങ്ങൾ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനും വേണ്ടിയാണ്. സൃഷ്ടിയാദി കാര്യങ്ങൾ നിങ്ങൾ 3 ഗുണങ്ങളോടും കൂടി ചെയ്യുക. ത്രിഗുണങ്ങളില്ലാത്ത ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. എല്ലാറ്റിനും ഉണ്ടാവും സത്വരജ തമോ ഗുണങ്ങൾ. സത്വം രജസും തമസും എല്ലാറ്റിലും എല്ലാ വസ്തുവും ഉണ്ടാവും. ദൃശ്യമാകുന്ന വസ്തുക്കളിലൊക്കെ ഈ ഗുണങ്ങളുണ്ട് താനും. പരമാത്മാവ് നിർഗുണനാണ്. അത് ദൃശ്യവുമല്ല. പരമാത്മാവിനെ ആർക്കും കാണാൻ സാധ്യമല്ല. എനിക്കും ബ്രഹ്മത്തിനും ഈ ഗുണങ്ങളൊന്നും തന്നെയില്ല. ഞാൻ നിർഗുണയാണ്. നിർഗുണയായി ഞാൻ സൃഷ്ടിക്ക് വേണ്ടി ഗുണങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ കാരണമേ ആകുന്നുള്ളൂ, കാര്യമാകുന്നില്ല. സമാധിഭാവത്തിൽ നിർഗുണയാണ്. അഹങ്കാരം 2 വിധമുണ്ട്. എന്താണ് അഹങ്കാരം? പരഹന്താരൂപമായ അഹങ്കാരം. മറ്റേതോ
മഹത്തത്വത്തിൽ നിന്നുണ്ടായ അഹങ്കാരം. ആദ്യം പറഞ്ഞതിൽ നിന്നാണ് മഹത്തത്വമായ സമഷ്ടി ബുദ്ധി ഉണ്ടായത്. രണ്ടാമത് പറഞ്ഞ അഹങ്കാരം ഉണ്ടല്ലോ, അത് സമഷ്ടി ബുദ്ധിയിൽ നിന്നുണ്ടായതാണ്. ആ അഹങ്കാരത്തിൽ നിന്നാണ് തന്മാത്രകളും പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടി 16 ഉണ്ടായത്. എത്ര എണ്ണം? 16. ഏതിൽ നിന്നുണ്ടായി? ആ അഹങ്കാരത്തിൽ നിന്നും. കാര്യവും കാരണവുമല്ല, ആദ്യനാണ് ആ പരമ്പുമാൻ. സൃഷ്ടിയുടെ ആദ്യത്തിൽ ഇപ്രകാരം തന്നെയാണ് അതിന്റെ ക്രമം. ഉൽപ്പത്തിയെപ്പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഇതാ, ഈ വിമാനത്തിൽ നിങ്ങൾ മൂവരും യാത്രയാവുക. ഏതൊരാപത്തിലും എന്നെ സ്മരിക്കുക. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ സമക്ഷം പ്രത്യക്ഷപ്പെട്ടു കൊള്ളാം. നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച ഞാൻ തരാൻ ബാധ്യസ്ഥയാണെന്നാ പറയുന്ന ദേവി. ആ പരമ്പുമാനെയും എന്നെയും ഒന്നിച്ച് സ്മരിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സിദ്ധികളും കൈവരും. ബ്രഹ്മാവ് പറയുന്നു നാരദരോട്, അല്ലയോ നാരദ, ആ മഹേശ്വരി സംസ്കാരവും സുശുദ്ധിയും ഉള്ള ആ ശക്തികളെ ഞങ്ങൾക്ക് തന്നു. ആരെ? 3 പേര്. ലക്ഷ്മി, സരസ്വതി, മഹാദേവി. വിഷ്ണുവിന് ലക്ഷ്മിയെയും മഹാദേവന് മഹാകാളിയെയും എനിക്ക് വാണി മാതാവായ സരസ്വതിയെയും തന്നു. അവിടെ നിന്ന് പുറപ്പെട്ട മാത്രയിൽ ഞങ്ങൾ പുരുഷന്മാർ തന്നെയായി. ഞങ്ങൾ ആ ദേവിയുടെ പ്രഭാവത്തെയും രൂപത്തെയും മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു. ആ വിമാനത്തിൽ കയറി കഴിഞ്ഞു നോക്കിയപ്പോൾ മണിദ്വീപത്തെയും ദേവിയെയും സുധാസമുദ്രത്തെയും പിന്നീട് കണ്ടതേയില്ല. ആ വിമാനവും ഞങ്ങൾ മാത്രമായി. വിമാനം നേരെ മഹാർണവത്തിൽ താമരയുടെ അടുത്തെത്തി. അവിടെ വെച്ചാണ് മധുരയുടെ ഭന്മാർ വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടത്. ഇത്രയും കാര്യങ്ങള് ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുത്തു. ആ ഉപദേശത്തോടുകൂടി ദേവിയുടെ 3 പേർക്കും ദേവി കൊടുക്കുന്ന ഉപദേശവും അതുപോലെ ഈ ബ്രഹ്മാവ് ആരോട്? നാരദരോട് പറയുന്നതും കൂടി നമ്മൾ ഇന്ന് ഭഗവാന്റെയും മഹാദേവിയുടെയും തൃപ്പാദപത്മങ്ങളെ സമർപ്പിച്ച് നാളെ 7ാമത്തെ അധ്യായത്തിൽ തത്വനിരൂപണമാണ് പറയാനുള്ളത്. അത് നമുക്ക് ജഗദീശ്വരുടെയും പൊന്നുതമ്പുരാന്റെയും അനുഗ്രഹാശിസുകൾ ഉണ്ടെങ്കിൽ നാളെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.